വി.ഡി. സതീശൻ സർക്കാർ അധികാരമേറ്റതിന് തൊട്ടുപിന്നാലെ ഗവർണറെ കാണുകയും അതിനുശേഷം വന്ന മന്ത്രിസഭാ യോഗം ചേരുകയും ആദ്യം തന്നെ മാധ്യമപ്രവർത്തകരെയും കാണുകയും ചെയ്തിരിക്കുകയാണ്. ഇന്ന് ഒരുപക്ഷെ തന്റെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് കൃത്യമായി തന്നെ സൂചനകൾ നൽകിയിരിക്കുന്നത് ഒരു മാറ്റമുണ്ടാകുമെന്ന സൂചനയാണ്. അത് പ്രസിഡൻസുകൾ അഥവാ കീഴ്വഴക്കങ്ങൾ ഒക്കെ തന്നെ മാറ്റപ്പെടേണ്ടതാണ്, തിരുത്തപ്പെടേണ്ടതാണ് എന്ന സൂചന നൽകിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ ഉടനീളം പ്രഖ്യാപനങ്ങൾ മുന്നോട്ട് വെച്ചത്. ഇന്ദിരാ ഗ്യാരണ്ടി നടപ്പിലാക്കുന്നു, താൻ നൽകിയ വാക്കിനാണ് പ്രധാനം. വിശ്വാസ്യത എന്ന് പറയുന്നത് നൽകിയ വാക്ക് പാലിക്കുക എന്നുള്ളതിനാണ്. അതുകൊണ്ട് തന്നെ ആ വാക്കുകൾ പാലിക്കുക എന്നത് പ്രധാനമാണ്. വാക്കുകൾ പാലിക്കാൻ ഒരുങ്ങുന്നു. അതിന്റെ ആദ്യ പടിയായി തന്നെ ചില നടപടികൾ സ്വീകരിച്ചിരിക്കുന്നു. ഇന്ദിരാ ഗ്യാരണ്ടിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പദ്ധതികൾ, ചില പദ്ധതികൾക്ക് ആശാ വർക്കർമാർക്ക് 3000 രൂപ വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള തീരുമാനം ഉൾപ്പെടെയുള്ളവ ഇന്ദിരാ ഗ്യാരണ്ടിയിൽ UDF നൽകിയ വാക്കാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തുടങ്ങുന്നത്. അംഗനവാടി ടീച്ചർമാരെയും വർക്കർമാരെയും പ്രീ പ്രൈമറി ടീച്ചർമാരെയും ഉൾപ്പെടെയുള്ളവരെ പരിഗണിച്ചുകൊണ്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാവുന്നു. KSRTCയുടെ കാര്യത്തിൽ സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര UDF നൽകിയ വാഗ്ദാനമാണ്. അതിൽ നിന്നും പിന്നോട്ട് പോകില്ല. ജൂൺ 15 തന്നെ ആ പദ്ധതി നടപ്പിലാക്കും. അതേസമയം ആ പദ്ധതി എങ്ങനെയാണ് നടപ്പിലാക്കാൻ പോകുന്നത് എന്നത് സംബന്ധിച്ച് ഇപ്പോൾ സൂചനകളൊന്നുമില്ല. അദ്ദേഹം ആവർത്തിച്ച കഴിഞ്ഞ 2-3 ദിവസമായി മാധ്യമപ്രവർത്തകരോട് പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. അതായത് ആരോട് പറഞ്ഞില്ലെങ്കിൽ നിങ്ങളോട് മാത്രമായിരിക്കും ഞാൻ ആദ്യം പറയുക എന്ന, അതായത് തന്റെ നിലപാട് സുതാര്യമായിരിക്കുമെന്ന് അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ്. ഗവർണറെ കാണുന്നതിന് മുൻപ് പറയാൻ സാധിക്കില്ല, അതൊരു കീഴ്വഴക്കമാണ്. അതിന് അപ്പുറത്തേക്ക് മറ്റു കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി മാധ്യമപ്രവർത്തകരോടായിരിക്കും ആദ്യം വ്യക്തമാക്കുക എന്നും അത് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഉത്തരവാദിത്വം മാധ്യമപ്രവർത്തകർക്കുണ്ട് എന്ന ബോധ്യമുണ്ട് എന്നുമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. വളരെ സുതാര്യമായിരിക്കുമെന്ന സൂചനകൾ നൽകുന്നു. അതിനോടൊപ്പം തന്നെ കൂട്ടിച്ചേർത്ത് വെച്ച് വായിക്കണം, ഞങ്ങൾ ഒന്നും മറക്കില്ല എന്ന്. നവകേരള സദസ്സിനോടനുബന്ധിച്ച ആലപ്പുഴയിൽ നടന്ന മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ നടത്തിയ ആക്രമണത്തിൽ കോടതി ഉത്തരവുണ്ടായിട്ട് പോലും അതിലൊരു നടപടി സ്വീകരിച്ചില്ല, പുനരന്വേഷണം ഉണ്ടായില്ല. അതിലൊരു പുനരന്വേഷണത്തിന് കോടതി ഉത്തരവ് പ്രകാരം ഞങ്ങളൊരു പുനരന്വേഷണത്തിന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ രൂപീകരിച്ചുകൊണ്ട് പുനരന്വേഷണത്തിന് തയ്യാറാകുന്നു എന്ന് അദ്ദേഹം സൂചന നൽകുന്നു. ആദ്യ മന്ത്രിസഭയിൽ തന്നെ തീരുമാനമെടുത്തിരിക്കുകയാണ്. ഞങ്ങൾ മറക്കുകയില്ല എന്നാണ് അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് വളരെ രാഷ്ട്രീയമായും നിലപാടുകൾ വ്യക്തമാക്കുന്നു. അതിനോടൊപ്പം തന്നെ കൂട്ടിച്ചേർത്ത് വെക്കണം, ജനകീയമായ തീരുമാനങ്ങളിൽ UDF നൽകിയ വാഗ്ദാനങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്ന സൂചന നൽകിക്കൊണ്ട് തീരുമാനങ്ങൾ എടുത്തിരിക്കുകയാണ്. അഡ്വക്കേറ്റ് ജനറലിന്റെ മാറ്റം അതിനോടൊപ്പം തന്നെ കൂട്ടിച്ചേർത്ത് സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതിലൊക്കെ തന്നെ വളരെ പെട്ടെന്ന് മുന്നോട്ട് പോകുന്നു എന്ന സൂചനയാണ് ഇന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നൽകിയിരിക്കുന്നത്. പ്രതിപക്ഷത്തിരുന്നപ്പോൾ നൽകിയ വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണ്, പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഏതൊക്കെ വിഷയങ്ങൾ, പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകരുടെ കാര്യത്തിൽ ഈ വാർത്താ സമ്മേളനം മാത്രമല്ല, കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ സെക്രട്ടേറിയറ്റ് മാധ്യമപ്രവർത്തകർക്ക് അന്യമായ ഒരു പ്രദേശമായി മാറിയിട്ടുണ്ടായിരുന്നു. ഇവിടെയൊക്കെ മാധ്യമപ്രവർത്തകർക്ക് ഒരുപാട് സ്ക്രൂട്ടണി കഴിഞ്ഞ് മാത്രം പ്രവേശിക്കാനാവുക, വാർത്ത നൽകാൻ കയറാൻ പറ്റാത്ത ഒരു സാഹചര്യം, വാർത്താ സമ്മേളനങ്ങൾ ഇല്ലാതിരിക്കുക, ഇതൊക്കെ തന്നെ കഴിഞ്ഞ 10 വർഷമായി മാധ്യമപ്രവർത്തകർ ശീലിച്ചു വന്ന കാര്യങ്ങളായിരുന്നു. അതിനൊക്കെ തന്നെ ആ വിലക്കിനൊക്കെ തന്നെ ഒരു തീരുമാനമുണ്ടാകും, ഒരു പുനർവിചിന്തനം ഉണ്ടാകും. ഇതിലൊക്കെ തന്നെ ഏത് തരത്തിലാണ് കുറച്ചുകൂടി സുതാര്യമാക്കാൻ കഴിയുക, നടപടികൾ ഉണ്ടാവുക, അതിനെയൊക്കെ താനെന്ന് വിമർശിച്ചിരുന്നതാണ്. അതിലൊക്കെ തന്നെ നിലപാട് തിരുത്തി മുന്നോട്ട് വരുമെന്ന സൂചനയാണ് അദ്ദേഹം നൽകുന്നത്. പുതിയ സർക്കാരാണ്, പുതിയ തീരുമാനങ്ങളാണ്, കീഴ്വഴക്കങ്ങളെല്ലാം തിരുത്തപ്പെടേണ്ടതാണ്. കീഴ്വഴക്കങ്ങൾ തിരുത്തിക്കൊണ്ട് പുതിയ തീരുമാനങ്ങൾ എടുത്താൽ മുന്നോട്ട് പോകുമെന്ന സൂചനയാണ് വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായതിന് തൊട്ടു പിന്നാലെ ആദ്യത്തെ വാർത്താ സമ്മേളനത്തിൽ തന്നെ നൽകിയിരിക്കുന്നത്.